അറിയുന്നില്ല. പിശാച് അവന്റെ അപ്പനിൽ നിന്ന് അവനെ അകറ്റി, അപ്പനെ കുറിച്ച് ചിന്തിക്കാതെ അവന്റെ സമയം മോഷ്ടിക്കുകയാണ് എന്നുള്ള കാര്യം അവൻ അറിയുന്നില്ല. ഗ്ലോറി, ഹല്ലേലൂയ. ഇതാ അവൻ കടക്കാരനായി പല രീതിയിലും. ഇതാ അവന് കിട്ടിയ കിരീടങ്ങളും അവന് കിട്ടിയ എല്ലാ പണവും തിരിച്ച് പിശാച് തന്നെ വാങ്ങിച്ചെടുക്കുക. ഈ ലോകത്തൊന്നും ഒന്നും നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഇവിടെ എന്ത് നേടിയാലും അതെല്ലാം സെമത്തേരിയുടെ ഗേറ്റിന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അവനും ഇവിടെ മരിച്ചു വീഴുകയാ. ഇത് കണ്ട് പിശാചിലേക്ക് നിന്നെയോ ഞാൻ നേടി. ആമേൻ, ഹല്ലേലൂയ. ഇനി പിശാച് അന്വേഷിക്കുന്നത് എവിടെ ഇവന്റെ മകൻ. അടുത്ത മകൻ വരികയാ. ഈ മകൻ ഒരു അല്പം ദൈവാന്വേഷിയാണ്, ഹൃദയത്തിൽ ഒരു ദൈവാന്വേഷിയാണ് ഇവൻ. എങ്കിലും ഈ സിസ്റ്റത്തിൽ വന്നപ്പോ ഇതിൽ പോകാതെ നിവർത്തിയില്ല. ഇതിൽ കടന്നു, അവനും കൊടുത്തു. ഇതാ ലോക സിസ്റ്റം ഇതാ വീണ്ടും പൂക്കുകൾ കൊടുക്കുകയാ, കിരീടങ്ങൾ കാണിക്കുകയാണ്. ഈ സിസ്റ്റത്തിൽ നീ പോയാ ഈ കിരീടങ്ങൾ നിനക്ക് തരാം. ഈ കിരീടങ്ങൾ അവനും പഴയതുപോലെ തന്നെ അവൻ ചെയ്യുകയാ. അവന് കഷ്ടപ്പെട്ട് പഠിക്കുകയാ. കിരീടങ്ങൾക്ക് വേണ്ടി അവൻ അധ്വാനിക്കുകയാ. ഓ ഗ്ലോറി. തുടർന്ന് അവൻ പഠിച്ചു. അവന്റെ പഠനം പൂർത്തിയായി. ഓ, എന്റെ ജീവിതത്തിൽ എന്റെ അപ്പൻ തന്ന സമയം അവൻ അറിയാതെ അവൻ കളഞ്ഞു. ഇതാ തുടർന്ന് ജോലിക്ക് വേണ്ടി അവൻ ഓടുകയാ. അവന് കിരീടം കിട്ടി. ഇതാ ജോലിക്ക് വേണ്ടി അവൻ പോവുകയാ. അവൻ ദൈവിക സിസ്റ്റത്തിൽ അവൻ ഇതിലെന്തോ പന്തികേടുണ്ടെന്ന് മനസ്സിലാവുകയാണ്. എന്റെ അപ്പൻ പോയി മരിച്ചു, ഇവിടെ ഒന്നുമില്ലാത്തവനായി തീർന്നു. എന്റെ അപ്പൻ ഇതേപോലെ ഞാനും ഇതേ വഴിയിലാണോ? ഇവന് പണത്തോട് വലിയ മോഹമില്ല. എങ്കിലും ഈ ലോകത്ത് പിശാചിന് ഇവിടെ ജീവിക്കണമെങ്കിൽ പണം വേണം. അവൻ ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന തീരുമാനത്തിൽ അവൻ മുന്നോട്ടേക്ക് പോവുകയാ. അവൻ പണത്തിന്റെ പുറകെ ഓടുന്നില്ല. പിശാച് പല രീതിയിൽ അവനെ മോഹം കാണിക്കുന്നുണ്ട്. അവൻ ഓടുന്നില്ല. ഇവര് പല രീതിയിലും അവനെ പീഡിപ്പിക്കാൻ നോക്കുകയാണ്. ഈ ലോക സിസ്റ്റം അവനെ വിടുന്നില്ല. ആദവും തലമുറകളും എല്ലാം ഇതിന്റെ അകത്തുണ്ട്. അവനെ വിടുന്നില്ല. ലോക സിസ്റ്റം അവനെ ഉപദ്രവിക്കുകയാണ്. അവനെ വിടുന്നില്ല. ഇവൻ മരണത്തിന് യോഗ്യനെന്നാണ് പിശാചും കൂട്ടരും പറയുന്നത്. അവനെ വിടുന്നില്ല. ലോക സിസ്റ്റം അവനെ പിടിക്കുകയാ. അതിൽ നിന്ന് കുതറി മാറാൻ അവൻ നോക്കുന്നുണ്ട്. അവന് പറ്റുന്നില്ല. ഇത് കണ്ട അവന്റെ പിതാവ് മനം നൊന്ത അവന്റെ പിതാവ് സ്വർഗത്തിൽ നിന്ന് അവനെ കാണുകയാ. ഇതാ യേശുവിനെ ഭൂമിയിലേക്ക് അയക്കുക. യേശുവേ, ഇതാ എന്റെ മക്കൾക്ക് കൊടുക്കുന്ന നീതിയുടെ അങ്കി. നീ കടന്നുപോയി എന്റെ സ്വർഗത്തിലേക്ക്, എന്റെ വീട്ടിലേക്ക് നീ ഒരു വഴി തുറന്ന് ദേഹമെന്ന തിരശ്ശീലയിലൂടെ കാൽവരിയിൽ നീ ഒരു വഴി തുറന്ന് എന്റെ നീതിയുടെ അങ്കി എന്റെ മകന് കൊടുത്ത് അവരെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോ. ഇവന്റെ ശിക്ഷ, ഈ മകൻ അനുഭവിക്കുന്ന ശിക്ഷ ദൈവം മനുഷ്യനായി യേശു ഏറ്റെടുക്കുകയാ. ഇവനെ സ്വതന്ത്രനാക്കി. ഈ മകനെ സ്വതന്ത്രനാക്കി. യേശു മനുഷ്യവർഗത്തിന്റെ പാപങ്ങൾക്കായി കാൽവരി ക്രൂശിൽ പിശാചിനാൽ കൊല്ലപ്പെട്ടു. എന്നെയും നിങ്ങളെ സ്വതന്ത്രനാക്കാൻ. പക്ഷേ മരണത്തിന് അവനെ പിടിച്ചു നിർത്തുക അസാധ്യമായിരുന്നു. അവനെ മരണപാശങ്ങളെ അയച്ച് 3-ാം ദിവസം അവൻ ഉയർത്തെഴുന്നേറ്റു. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് അവരെ പരസ്യമായി കാഴ്ചയാക്കി ജയ ഉത്സവം കൊണ്ടാടി. ഈ മകനെ നമ്മളെ രക്ഷിപ്പാൻ യേശു കടന്നു വന്നു. ഇതാ അപ്പനും മകനും തമ്മിൽ ഒന്നിക്കുകയാ. എന്തോ ഒരു സന്തോഷം, എന്തോ ഒരു ആനന്ദം. ഇതാ യേശു കാൽവരി ചെയ്തത്. അതോടെ അപ്പനോട് പിതാവിനോട് വിളിച്ചു പറഞ്ഞു, It's finished.
ഇത് പൂർത്തിയായേ. Now you can restart your project. ദൈവപുത്രനെ ഉണ്ടാക്കുന്ന ഏദനിലുള്ള 3-ാം അധ്യായം ഉൽപ്പത്തിയിൽ നിന്നുപോയ പ്രൊജക്ട് അങ്ങേക്ക് വീണ്ടും തുടങ്ങാം. ഇവന് ഇതാ പിതാവ് കൊടുത്ത ദൈവത്തിന്റെ നീതിയുടെ അങ്കി കൊടുത്തു. ഇവന്റെ യാത്രയിൽ ഇവൻ ആദം സമ്പാദിച്ച പാപത്തിന്റെ അങ്കിയായിരുന്നുവെങ്കിൽ ശ്രദ്ധിക്കുക, ഇവന്റെ മടക്കയാത്രയുടെ തുടക്കത്തിൽ ദൈവത്തിന്റെ നീതിയാ ഇവന്റെ അങ്കി. ഇത് ഇവൻ ജോലിയെടുത്ത് സമ്പാദിച്ചതല്ല, ഇവന്റെ കുടുംബ മഹിമ കൊണ്ട് കിട്ടിയതല്ല, ഇവന്റെ പ്രവൃത്തിയുടെ ഗുണം കൊണ്ട് കിട്ടിയതല്ല. കർത്താവ് യേശു കാൽവരിയിൽ യാഗമായതുകൊണ്ട് കിട്ടിയതാ. ഇത് ദാനമാ, ദാനം. ഇത് ദാനമാ. എന്നാൽ ആ യേശു ഇവനോട് പറയുകയാണ്, ഞാൻ പോകുന്നു, ഞാൻ പോയാൽ നിനക്ക് പ്രയോജനം. ഞാൻ പോയില്ല എങ്കിൽ കാര്യസ്ഥൻ വരികയില്ല. അവൻ വന്നാൽ നിന്നെ സകല സത്യത്തിലും വഴി നടത്തും. എങ്ങോട്ട്? നിന്റെ പിതാവിന്റെ ഭവനത്തിലേക്ക്. ഇതുവരെയും പിശാചിന്റെ ലോകത്തിലേക്കാണ് നടത്തിയതെങ്കിൽ, പിശാചിന്റെ ആത്മാവ് ലോകത്തിലേക്കാണ് നടത്തിയതെങ്കിൽ, ദൈവത്തിന്റെ ആത്മാവ് വരുന്നത് നിന്നെ അതേ ഡയറക്ഷൻ നടത്താനല്ല, പിതാവിന്റെ വീട്ടിലേക്ക് നടത്താനാ. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ വരികയില്ല. ഇതവനോട് പറഞ്ഞിട്ട്, ഞാൻ പോയാൽ വീണ്ടും വരും നിന്നെ ചേർക്കാൻ, നിന്റെ മണവാട്ടി. പക്ഷേ ഇവളുടെ പഴയ കാമുകൻ ലോകം, ലോക സിസ്റ്റം പറഞ്ഞു, ലോകത്തെയും ലോക മോഹങ്ങളെയും നീ സ്നേഹിക്കരുത്, ഞാൻ പോവുകയാ. യേശു പോയതോടുകൂടെ ഇതാ ലോക സിസ്റ്റം വീണ്ടും ഉയർത്തെഴുന്നേറ്റു. യേശു അവിടെ ചെന്നു. ഇതാ പരിശുദ്ധാത്മാവിനെ ലോകത്തിലേക്ക് വിടുകയാ. പിതാവ് വായിച്ചിട്ട് പരിശുദ്ധാത്മാവ് വരികയാ. പരിശുദ്ധാത്മാവ് ഇവനെ ഇതാ സത്യത്തിലേക്ക് വഴി നടത്തുകയാ. പക്ഷേ ഇവനത് ശ്രദ്ധിക്കുന്നതേയില്ല. ഗ്ലോറി, ഹല്ലേലൂയ. അങ്കിങ്ങെടുത്ത് ഗ്ലോറി. യെസ്, വെയിറ്റ്. ഇവരുടെ യേശുവിന്റെ നീതിയുടെ അങ്കി ഓൾറെഡി യേശു ഇട്ടുകൊടുത്തതാ. എന്നാൽ ഈ ലോകാനുരൂപത ഇതാ അതിന്റെ മുകളിലേക്ക് ഇവർ ധരിപ്പിക്കുകയാണ്. ലോക സിസ്റ്റം അതിന്റെ മുകളിലേക്ക് ഇതാ ലോകാനുരൂപത അവനെ ധരിപ്പിക്കുകയാണ്. ലോകാനുരൂപത അവനെ ധരിപ്പിച്ചു. ഇവന്റെ അകത്ത് ആത്മാവിൽ ദൈവത്തിന്റെ നീതിയുണ്ട്. പക്ഷേ ഇവനെ ലോകാനുരൂപത ഇവനെ ധരിപ്പിക്കുകയാണ്. തുടർന്ന് ആത്മാവ് ഇവനെ ഇതാ പിതാവിങ്കലേക്ക് വഴി കാണിക്കുന്നുണ്ട്. ഇവന് മനസ്സിലാകുന്നില്ല, കാരണം ഇവൻ ധരിച്ചിരിക്കുന്നത് ലോകാനുരൂപതയാ. ദൈവത്തിന്റെ വചനം പറയുന്നു, ആത്മാവിന്റെ സ്വരം കേൾക്കുവാൻ, ആത്മാവിനെ പ്രാപിപ്പാൻ ലോകത്തിന് കഴിവുള്ളതല്ല, ലോകത്തിന്റെ ചിന്തകൾക്ക് കഴിവുള്ളതല്ല. അവൻ ആത്മാവിന്റെ സ്വരം കേൾക്കാൻ വയ്യ, ആത്മാവിന്റെ പുറകെ നിൽക്കുകയാ ഇവനെ ഒന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ. ഇതാണ് ഇന്നത്തെ സഭയുടെ അവസ്ഥ. പ്രസംഗിക്കുന്ന ദൈവദാസന്മാർ പ്രസംഗിക്കുന്നത് ദൈവരാജ്യമല്ല, അവർ പ്രസംഗിക്കുന്നത് ലോകരാജ്യമാ. ദൈവരാജ്യം, യേശുവിന്റെ സുവിശേഷം പിശാചിനാൽ മറയപ്പെട്ട് കിടക്കുകയാ. അത് ബൈബിൾ കോളേജിന്റെ സിലബസുകളിൽ പോലുമില്ല. ഈ കുഞ്ഞുങ്ങൾക്ക് മടക്കയാത്ര പോണമെന്ന് അറിഞ്ഞുകൂടാ. ഇവർ ലോകത്ത് കിടക്കുകയാ. ആരുണ്ട് ഇവരെ രക്ഷിക്കാൻ? ഇവർക്കൊരു രക്ഷ വേണോന്ന് പോലും ഇവർക്ക് അറിഞ്ഞുകൂടാ. ഇവരെ രക്ഷിച്ചിട്ടും ഇവർ രക്ഷിക്കപ്പെട്ടിട്ടില്ല. ഇവരെ രക്ഷിച്ച നാഥൻ ഇവരോട് പറയുക,
ഇനിയും ലോകത്തിലുള്ളതല്ല മക്കളെ, ഉയരത്തിലുള്ളത് ചിന്തിപ്പേൻ. പക്ഷെ ഇവന്റെ സോൾ ഇതുവരെ രക്ഷപ്പെട്ടിട്ടില്ല. ഇത് പറഞ്ഞു കൊടുക്കാൻ ഇവന് ആളില്ല. സഹോദര, നിന്നെ അതിന് കർത്താവ് തേടുന്നു. നിനക്ക് പോയി പറഞ്ഞു കൊടുക്കാമോ? നിന്റെ ലോകത്ത് ഞാൻ വീണ്ടെടുത്തു. നീ ഇനി ലോകക്കാരനല്ല. വ്യഭിചാരിണികളായുള്ളവരെ, ലോകത്തോടുള്ള സ്നേഹം ദൈവത്തോടുള്ള ശത്രുതമാണ് നിങ്ങൾ അറിയുന്നില്ലയോ? യാക്കോബ് 4:4. ലോകത്തെയോ ലോകത്തിലുള്ളവരെയോ സ്നേഹിക്കരുത്. ലോകത്തെ സ്നേഹിക്കുന്നവർ ദൈവത്തെ ശത്രുവാക്കുന്നു. 1 യോഹന്നാൻ 2. സഹോദര, സഹോദരി, ഇപ്പോൾ നിങ്ങൾക്കൊരു ചോദ്യം. ആത്മാവിന്റെ ചിന്ത മനസ്സിലാക്കാൻ ഈ മനുഷ്യൻ എന്ത് ചെയ്യണം? ലോകാനുരൂപതയിൽ പോകുന്ന മനുഷ്യൻ ഈ പരിശുദ്ധാത്മാവ് പറയുന്ന ചിന്തകൾ മനസ്സിലാക്കാൻ, ആത്മാവ് പറയുന്ന കേൾക്കാൻ ചെവി ഉണ്ടാകാൻ എന്ത് ചെയ്യണം? ആദ്യം ലോകത്തിന്റെ ആ രൂപത, ആ ലോകാനുരൂപത നീ വലിച്ചെറിയണം. ലോകത്തെ നീ വെറുക്കണ. ആ ധൂർത്തപുത്രൻ എഴുന്നേറ്റതുപോലെ ഞാൻ എഴുന്നേക്കും. ലോകാനുരൂപതയിൽ നിന്ന് ഞാൻ എഴുന്നേക്കും. ഞാൻ എന്റെ പിതാവിന്റെ ഭവനത്തിലേക്ക് മടങ്ങി പോകും എന്നൊരു ചിന്ത അകത്ത് വരണം. അതിനെന്ത് വേണം? നീ ആദ്യം ദൈവരാജ്യത്തിന്റെ സുവിശേഷം കേൾക്കണം. യേശുവിന്റെ സുവിശേഷം. യേശു നിന്നെ വിടുവിച്ചു, ഇനി ലോകത്തുള്ളതെല്ലാം കിട്ടും എന്ന് പറഞ്ഞാൽ നീ ഇതേ ചിന്തിക്കൂ. എന്നാൽ യേശു പറഞ്ഞതുപോലെ, ചെറിയാട്ടിക്കൂട്ടമേ ഭയപ്പെടേണ്ട, ലോകമല്ല ദൈവരാജ്യം നിങ്ങൾക്ക് തരുവാൻ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു നീ പറഞ്ഞാൽ ജനം പിതാവിന്റെ ഭവനത്തെ കുറിച്ച് ചിന്തിക്കും. ധൂർത്തപുത്രന് സുബോധം ഉണ്ടായതുപോലെ അവർക്ക് സുബോധം ഉണ്ടാകും. അല്ലെങ്കിൽ ഇവിടെ അവര് കിരീടങ്ങളും പ്രാപിച്ച് ഡോക്ടറായി, എഞ്ചിനീയറായി, പൈലറ്റായി, വക്കീലായി അവർ ഈ ലോകമെന്ന ജയിലിൽ നിന്ന് പിശാച് എന്ന മരണദൂത് അവരെ മരണത്തിനായി കൊണ്ടുവന്ന് കഴിയുമ്പോൾ അവൻ പോകുന്നത് ഡോക്ടറായിട്ടല്ല, വക്കീലായിട്ടല്ല, ജഡ്ജി ആയിട്ടല്ല, എഞ്ചിനീയർ ആയിട്ടല്ല, വേറെ ശവമായി അവന്റെ ശരീരം മാറ്റപ്പെടും. അവനെ പാതാളത്തിലേക്ക് പിശാചെടുത്ത് എറിയും. ലോകം ചതിക്കപ്പെട്ട് കിടക്കുകയാ. ഇതാ ലോകാനുരൂപത അവൻ ഊരിക്കളഞ്ഞു. ഇതാ ആത്മാവിന്റെ സ്വരം കേൾക്കാൻ തുടങ്ങി. അവൻ സാവധാനം ഇതാത്മാവിന്റെ സ്വരം കേട്ട് പിതാവിന്റെ ഭവനത്തിലേക്കുള്ള യാത്ര ആരംഭിച്ചു. അവൻ മടക്കയാത്ര ആരംഭിച്ചു. പിശാച് പല രീതിയിലും നോക്കി. പരിശുദ്ധാത്മാവിനെ തൊടുവാൻ അവന് കഴിയത്തില്ല, പിശാചിന് കഴിയത്തില്ല. കാരണം അവനേക്കാൾ ശക്തനായവനത്രേ. ഇതാ പരിശുദ്ധാത്മാവ് പിശാചിനേക്കാൾ ശക്തനായവനാ. അവനെ പിതാവിലേക്ക് നടത്തുകയാ. പിതാവിന്റെ ഭവനത്തിൽ ചെന്നു. ഇതാ അവനെ പിതാവ് ചേർത്തണയ്ക്കുകയാ. ഇതാ സഹോദരങ്ങളെ, ദൈവരാജ്യത്തിന്റെ സുവിശേഷം, ദൈവരാജ്യത്തിന്റെ സുവിശേഷം ഇത് പ്രസംഗിക്കാനാ ശിഷ്യന്മാരെ അയച്ചത്. യേശു പ്രസംഗിച്ച ദൈവരാജ്യത്തിന്റെ സുവിശേഷം എന്നിട്ട് ശിഷ്യന്മാരെ എന്തുകൊണ്ട് പ്രസംഗിക്കുന്നില്ല? എന്തുകൊണ്ട് ബൈബിൾ കോളേജിന്റെ സിലബസിൽ ഇതില്ല? ഇത് ബൈബിൾ കോളേജിന്റെ സിലബസിൽ ഉൾപ്പെടുത്തണം. ഇതാണ് പ്രധാന സബ്ജക്ട്. ദൈവജനങ്ങൾ ഒരുമിച്ചു ദൈവനാമത്തിൽ ഇത് ഡിക്ലെയർ ചെയ്യുക. അത് സംഭവിക്കട്ടെ, അത് സംഭവിക്കട്ടെ, അത് സംഭവിക്കട്ടെ. അനേകർ ദൈവരാജ്യത്തിന്റെ സുവിശേഷത്തിന്റെ വ്യക്താക്കളായി ഇറങ്ങി പുറപ്പെടട്ടെ. അങ്ങനെ ചെയ്താൽ എന്താ ഗുണമെന്നല്ലേ? ഇന്ന് മൂക്കത്ത് വിശ്വാസികളെ കണ്ട് വിരൽ വെക്കുന്നവർ അങ്ങനെ ചെയ്താൽ വിശ്വാസികളെ കണ്ട് ദൈവത്തെ സ്തുതിക്കും. കാരണം വെളിപ്പെടുന്ന മനുഷ്യപുത്രന്മാരല്ല, ദൈവപുത്രന്മാർ ഈ ലോകത്ത് വെളിപ്പെടും. അതിനുവേണ്ടി സർവ്വ സൃഷ്ടികളോ ഈറ്റുതോടെ കാത്തിരിക്കുകയാ. നമുക്ക് ചേർന്ന് പ്രവർത്തിക്കുക പരിശുദ്ധാത്മാവോടൊപ്പം.
ഞാൻ വിശ്വസിക്കുന്നു ദൈവം നിങ്ങളോട് സംസാരിച്ചു എന്ന്. സഹോദരങ്ങളെ, ഞാൻ ചിന്തിക്കുന്നതിലും നിനക്കുന്നതിലും ഉപരിയായ കർത്താവ് ഞങ്ങളിലൂടെ പ്രവർത്തിച്ചു. നിങ്ങൾക്ക് സന്ദേശം തന്നു. ഇത്ര വലിയ രക്ഷയെ ഗണ്യമാക്കാതെ പോയാൽ നാം എങ്ങനെ ശിക്ഷാവിധി തെറ്റി ഒഴിയും? ആമേ. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ എഴുന്നേൽക്കാം. ഈ ശബ്ദപരിധിയിൽ ഞങ്ങളെ കാണുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും കർത്താവിന്റെ സന്ദേശത്തിന് മുമ്പിൽ എഴുന്നേൽക്കാം. തങ്ങളെ തന്നെ പിശാച് കൊടുക്കുന്ന ലോകം നേടാനല്ല, പകരം പിശാച് കൊടുക്കുന്ന ലോകം നേടാനല്ല, പകരം പിതാവ് കൊടുക്കുന്ന ദൈവരാജ്യം നേടാൻ നമുക്ക് ഒരുമിച്ച് പിശാചിന്റെ എല്ലാ തന്ത്രങ്ങളെയും വിട്ടുപിരിഞ്ഞ് നമുക്ക് ആത്മാവിന്റെ സ്വരം കേൾക്കാൻ നല്ല ഇടയന്മാർക്കായി പ്രാർത്ഥിക്കാം, നല്ല ഡ്രൈവർമാർക്കായി പ്രാർത്ഥിക്കാം, അവരെ ഒരുക്കുവാൻ നല്ല ബൈബിൾ കോളേജുകൾക്കായി പ്രാർത്ഥിക്കാം. ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. സ്വർഗീയ പിതാവേ, ഇത്രമാത്രം സ്നേഹിപ്പാൻ ഞാൻ എന്തുള്ളൂ, ഞങ്ങൾ എന്തുള്ളൂ. സഹോദരങ്ങളെ, ഒരു 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 സൂര്യൻ എൻ്റെ മുമ്പിൽ ഉദിച്ചു നിൽക്കുന്ന ഒരു കാഴ്ച ഞാൻ കാണുകയാണ്. ഓ, ഒരു സൂര്യൻ, ചുറ്റും അന്ധകാരമാ, എന്നാൽ അതിന്റെ നടുവിൽ ഒരു സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നു. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ പറയുന്ന ഓ അവന്റെ മുഖം, യേശുവിന്റെ മുഖം സൂര്യനെ പോലെ പ്രകാശിക്കുന്ന ഒരു കാഴ്ച. ഓ താങ്ക് യു ലോർഡ്, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. സ്വർഗം സന്തോഷിക്കുന്നതിന്റെ ഒരു റിഫ്ലക്ഷൻ ആ കാണുന്നത്. സ്വർഗം സന്തോഷിക്കുന്ന റിഫ്ലക്ഷൻ എന്റെ മക്കളുടെ ഉള്ളിലേക്ക് എന്റെ സുവിശേഷം കയറിയതിന്റെ സന്തോഷമാണ് സ്വർഗം ഇവിടെ പ്രകാശിപ്പിക്കുന്നത്. താങ്ക് യു ലോർഡ്, താങ്ക് യു. അപ്പാ, അങ്ങയുടെ കൃപ ഞങ്ങളോട് അധ്വാനിച്ചു എന്ന് മാത്രമേ ഉള്ളൂ, ഞങ്ങൾ ഏതുമല്ല. പിതാവേ, ഇവിടെ ശുശ്രൂഷ ഞങ്ങളും കേട്ട ഈ ഹോളിലുള്ള, ഈ ശബ്ദപരിധിയിലുള്ള ലോകമെമ്പാടുമുള്ള ജനങ്ങളും ഞങ്ങൾ ഒരുമിച്ച് ബുദ്ധിശൂന്യരാകാതെ അങ്ങയുടെ ഇഷ്ടം തിരിച്ചറിഞ്ഞ് ദൈവപുത്രന്മാരായി വിളങ്ങുവാൻ, അങ്ങയുടെ ആത്മാവിനെ അനുസരിച്ച് ആ പിതാവിൻ്റെ ഭവനത്തിലേക്ക് കടന്നു വരുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങ് സഹായിക്കണമേ. അതിനായി അങ്ങ് ആക്കി വെച്ച, ഞങ്ങളുടെ ഉള്ളിലാക്കി വെച്ച പരിശുദ്ധാത്മാവനായി സ്തോത്രം. ശുശ്രൂഷയിലകത്തും പുറത്തും സഹായിച്ച എല്ലാ മക്കൾക്കുമായി സ്തോത്രം. സമൃദ്ധമായി അനുഗ്രഹിച്ചാട്ടെ. ഇനിയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അങ്ങ് സംസാരിച്ചാട്ടെ. ഈ ജനത്തെ, ഈ ജനങ്ങളെ എല്ലാം അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഇവരുടെ അനുഗ്രഹ വിഷയമായി തീരട്ടെ, യേശുവിൻ നാമത്തിൽ പിതാവേ. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ, മാനിക്കട്ടെ. തുടർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് ഒരുക്കിയിരിക്കുന്ന ഭക്ഷണത്തിനായിട്ട് നമുക്ക് കടന്നു പോകാം. യെസ്. പിതാവേ, നല്ലത് Glory, hallelujah. Jesus. Hallelujah. Hallelujah. Jesus, I thank you, Lord. Hallelujah. 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 Hallelujah.
ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. 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 യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. Glory. ഹല്ലേലൂയ. 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 സന്തോഷമാണോ? സന്തോഷമാണോ? ആമേൻ. ഇവിടെ വന്നതുകൊണ്ട് പ്രയോജനമുണ്ടോ? ഗ്ലോറി. ഹല്ലേലൂയ. ലോകത്ത് പോയി കർത്താവിനായി കത്തുവാൻ തകവണോ അല്ലേ? കർത്താവ് ചിലതൊക്കെ അകത്ത് തരികയാണ്. ആമേൻ. സോളിഡ് ആയിട്ടുള്ള ചിലതകത്ത് തരികയാണ് ദൈവം. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തോട് വീണ്ടും നിങ്ങൾ ചോദിച്ചുകൊണ്ടായിരിക്കുക. സ്വർഗത്തിലെ ദൈവം നിങ്ങളെ അറിയിക്കുവാൻ, നിങ്ങൾ വഴി അനേകരെ അറിയിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ആമേൻ. ഗ്ലോറി. നിങ്ങൾ പോയി പറയാൻ പോകുന്ന സ്വന്തം രാജ്യമല്ല, ദൈവരാജ്യമാണ്. ആമേൻ. ഹല്ലേലൂയ. സത്യവാനെ തിരിച്ചറിയുന്ന ഇങ്ങനെ, സത്യവാൻ സ്വന്തം മഹത്വം അന്വേഷിക്കത്തില്ല, തന്നെ അയച്ചവന്റെ മഹത്വം അന്വേഷിക്കും. ആമേൻ. മറ്റത് അങ്ങനെയല്ല. പല പല ബോർഡുകളും ബാനറുകളും ഒക്കെ കാണും. ആമേൻ. പല പേരുകളൊക്കെ ഒന്ന് വലുതാകണം. ആമേൻ. ഹല്ലേലൂയ. ദൈവം അയച്ച വ്യക്തികൾ ദൈവത്തിൻ്റെ പേര് വലുതാക്കും, ദൈവത്തിൻ്റെ മഹത്വം അന്വേഷിക്കും, അവർ ദൈവരാജ്യം പ്രസംഗിക്കും. ആമേൻ. ഹല്ലേലൂയ. യേശു എന്ത് പ്രസംഗിച്ചോ അത് നമ്മളും പ്രസംഗിക്കണം. ആമേൻ. ഹല്ലേലൂയ. തിരുവചനത്തിലേക്ക് നിങ്ങൾ അപ്പസ്തോല പ്രവൃത്തികളൊക്കെ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ ഇടയാകും, നിങ്ങൾക്ക് അവിടെ കാണുവാൻ ഇടയാകും അപ്പസ്തോല പ്രവൃത്തികളുടെ പ്രസംഗം ഏത് രീതിയിലായിരുന്നു. അവരാദ്യ കാലങ്ങളിൽ അവർക്ക് തെളിയിക്കേണ്ടി വന്നത് ഈ യേശു തന്നെയാണ് ക്രിസ്തു എന്നാണ്. ഈ ജനം വിശ്വസിക്കുന്നില്ല, യഹൂദന്മാർ വിശ്വസിക്കത്തില്ല. അപ്പോഴാണ് ഇവർ പഴയ നിയമ പുസ്തകങ്ങൾ നോക്കി യേശു അത് തന്നെയായിരുന്നു. ശിഷ്യന്മാരോട് ഉയർത്തെഴുന്നേറ്റിന് ശേഷം എമ്മൂസിൽ പോയ ശിഷ്യന്മാരോട് എന്താ തെളിയിച്ച്? യേശുവിനെ കുറിച്ച് പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനത്തിലും എഴുതിയിരുന്നത് പറഞ്ഞുകൊണ്ട് ഈ യേശുവിനെ തെളിയിക്കുകയായിരുന്നു. മനസ്സിലായോ? ആദ്യകാലങ്ങളിൽ അതിന് വലിയ പ്രാധാന്യം കൊടുക്കേണ്ടിയിരുന്നു. ആമേൻ. അപ്പോസ്തല പ്രവൃത്തിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് തന്നെ അവർ ചെയ്തുകൊണ്ടിരുന്നേ. നമ്മൾ ഇന്നലെ കണ്ടു ബെരോവയിലുള്ളവർ തെസ്സലോനിക്കക്കാരൊക്കെ ഉത്തമന്മാരാ. കാരണം അവർ വചനം അത് അങ്ങനെ തന്നെയാണോ എന്ന് പരിശോധിച്ചുകൊണ്ടിരുന്നു. എന്താ അവർ പരിശോധിച്ചേ? നിങ്ങൾ വചനം എന്നൊക്കെ പറഞ്ഞ് ഇവർ കുട്ടികളെ പോലെ അല്ലേ? എന്താ അവർ പരിശോധിച്ചേ? ഈ യേശു തന്നെയാണ് ഈ ക്രിസ്തു എന്ന് അവര് പ്രവാചകന്മാരുടെ പുസ്തകങ്ങളും പഴയ നിയമങ്ങളിൽ ന്യായപ്രമാണത്തിലൊക്കെ നോക്കി അവര് ഉറപ്പിക്കുകയായിരുന്നു. ആമേൻ. എന്നാൽ ഇവരുടെ പ്രസംഗം എങ്ങനെയായിരുന്നു നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇവിടെ കുറിച്ച് പറയുകയാണ്, ദൈവരാജ്യത്തെയും യേശു ക്രിസ്തുവിനെയും കുറിച്ച് പ്രസംഗിക്കുന്ന ഫിലിപ്പോസ്, ദൈവരാജ്യത്തെയും യേശുവിനെയും കുറിച്ച് പ്രസംഗിക്കുന്ന പൗലോസ്. നിങ്ങളങ്ങ് ശ്രദ്ധിച്ചാൽ അറിയാം അവരുടെ പ്രസംഗത്തിൻ്റെ രീതി എങ്ങനെയാണ് പോയിരുന്നെന്ന്. അതായത് അവർ ദൈവരാജ്യം അറിയിക്കും. ദൈവരാജ്യം അറിയിക്കുമ്പോൾ ജനത്തിൻ്റെ ഉള്ളൊരു ചോദ്യം വരും, ഇത്രമാത്രം സ്നേഹിക്കുന്ന ഒരു പിതാവ് ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടോ? അങ്ങനെയെങ്കിൽ ആ കുടുംബത്തിലേക്ക് എങ്ങനെ പോകുവാൻ കഴിയുമെന്നൊരു ചോദ്യം വരും. ഇപ്പം നിങ്ങളുടെ അടുക്കലേക്ക് വന്നിട്ട് ഒരാൾ പറയുക, മോനെ നീ അനാഥനല്ല കേട്ടോ, നിനക്കൊരു പിതാവുണ്ട്, നിനക്കൊരു വീടുണ്ട്, നിനക്കൊരു അപ്പച്ചനുണ്ട്, കാത്തിരിക്കുകയാണ് അപ്പച്ചൻ. ആണോ? അടുത്ത ചോദ്യം നിങ്ങളുടെ എന്താ? പറ, കമോൺ. അടുത്ത ചോദ്യം എന്താ? എങ്ങനെ പിതാവിൻ്റെ അടുക്കലേക്ക് പോകാം? നിങ്ങൾ വിവരമുള്ളവരാണ് ചോദിക്കത്തില്ലേ? ഉടനെ യേശു പ്രത്യക്ഷപ്പെടും, ഞാനാ വഴി. മനസ്സിലായോ? ഞാനാകുന്ന വഴിയിലൂടെ നിങ്ങൾക്ക് പിതാവിൻ്റെ അടുക്കിലേക്ക് പോകാം. എന്നിലൂടെ അല്ലാതെ അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് ദൈവരാജ്യത്തെയും യേശുവിനെയും കുറിച്ച് പ്രസംഗിക്കുന്ന ഫിലിപ്പോസ്. ആമേൻ. നമുക്ക് ഒന്ന് രണ്ട് വാക്യം ചെക്ക് ചെയ്തുകൊണ്ട് തുടർന്നുള്ള സന്ദേശങ്ങളിലേക്ക് കടന്നു പോകാം. ദൈവം തീരുന്നാട്ടെ. ഓ ഗ്ലോറി. I thank you, Lord. I thank you. Jesus, I thank you. Hallelujah. Oh, Jesus. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം എടുത്താട്ടെ.
നിങ്ങൾക്കറിയാമല്ലോ യേശുക്രിസ്തു 3.5 വർഷക്കാലം പ്രസംഗിച്ചതല്ല എന്താണെന്ന്. എന്താ പ്രസംഗിച്ചേ? ദൈവരാജ്യം. അപ്പോൾ യേശുവിൻ്റെ സമയത്ത് ഒരു PTH ഉണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ ഏക സിലബസ് എന്താ? ദൈവരാജ്യം. ഇന്ന് നമ്മുടെ സമയത്തുള്ള ഡിഗ്രി കോഴ്സിന് ഇല്ലാത്ത സിലബസ് ഏതാ? ദൈവരാജ്യം. ഏമേ. ഇനി യേശു ഉയർത്തെഴുന്നേറ്റിന് ശേഷം 40 ദിവസത്തോളം എന്താ പ്രസംഗിച്ചേ? MD വേണമെങ്കിൽ കൂട്ടാം അല്ലേ? അതും ദൈവരാജ്യം. ഗ്ലോറി. അപ്പോസ്തലർ പ്രവൃത്തി 1-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യം വായിക്കാൻ. അപ്പോസ്തലർ പ്രവൃത്തി 1-ാം അധ്യായം 2-ാം വാക്യം. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ കഷ്ടം അനുഭവിച്ചതിന് ശേഷം, ക്രൂശിക്കപ്പെട്ട ശേഷവും 40 ദിവസത്തോളം യേശുവിൻ്റെ പ്രസംഗ വിഷയം എന്തായിരുന്നു? ദൈവരാജ്യം. ആമേൻ. വളരെ പ്രാധാന്യത്തോടുകൂടെ നിങ്ങൾ ഏറ്റെടുക്കണം. കാരണം പിതാവിൻ്റെ ആഗ്രഹം ഈ ദൈവരാജ്യം എന്ന ഈ ദൈവിക കുടുംബത്തിലേക്ക് തൻ്റെ കുഞ്ഞുങ്ങൾ മടങ്ങി വരണം, ജയം പ്രാപിച്ച് മടങ്ങി വരണം. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ കർത്താവ് യേശുക്രിസ്തു 3.5 വർഷം പ്രസംഗിച്ചിട്ടും തീർന്നില്ല. ആമേൻ. മരിച്ചു ഉയർത്തെഴുന്നേറ്റ് 40 ദിവസം പ്രസംഗിച്ചിട്ടും തീർന്നില്ല. പിന്നെ പറയുകയാണ്, പരിശുദ്ധാത്മാവ് വന്ന് നിങ്ങളെ പഠിപ്പിച്ചു തരും. നിങ്ങൾക്ക് ഇപ്പോൾ വഹിക്കാനുള്ള കഴിവില്ല, പരിശുദ്ധാത്മാവ് വന്ന് നിങ്ങളെ പഠിപ്പിച്ചു തരും. ആമേൻ. അപ്പോൾ ഇന്ന് ഒരു നല്ല ടീച്ചർ ഭൂമിയിലുണ്ട്, പരിശുദ്ധാത്മാവ്. ഇതൊരു നല്ല ടീച്ചർ നിങ്ങളുടെ ഉള്ളിലുണ്ട്. ആമേൻ. ഹല്ലേലൂയ. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചോളണം, ലോകാനുരൂപതയിൽ തിരിഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തി നിങ്ങളുടെ ഉള്ളിൽ കടന്നു വരുന്ന ചിന്തകൾ പരിശുദ്ധാത്മാവിൻ്റെ തന്നെയാണോ എന്ന് ഉറപ്പിച്ചോളണം. കാരണം ലോകാനുരൂപതയിൽ നിൽക്കുന്ന വ്യക്തികൾ, നിങ്ങൾ ആദ്യം കേൾക്കുന്ന സ്വരം പരിശുദ്ധാത്മാവിൻ്റെ അല്ല, നിങ്ങളുടെ സ്വയത്തിൻ്റെ ആയിരിക്കും. ആമേൻ. ആദ്യം വരുന്നത് പ്രാകൃതം, നാച്ചുറൽ, പിന്നത്തേതിലേ ആത്മീയം വരൂ. എന്നാൽ മടക്കയാത്രയിൽ നിൽക്കുന്ന വ്യക്തിക്ക് അത് ആദ്യകാലങ്ങളിൽ തിരിച്ചറിയുവാൻ ഒരല്പം ബുദ്ധിമുട്ടാണ്. എന്നാൽ ഒരല്പകാലം കഴിയുമ്പോൾ അപ്പൻ്റെ സ്വരം കേട്ട് 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 ഇത് അപ്പൻ്റെ സ്വരം പരിചയമാകും. ഗ്ലോറി. ഹല്ലേലൂയ. ഇന്ന് സഹോദരങ്ങൾ, നിങ്ങൾക്ക് പലർക്കും ആ സ്വരം കേൾക്കാൻ കഴിയാത്തതിൻ്റെ കാരണം മടക്കയാത്രയിലല്ല. അതിന് തക്കവണ്ണമുള്ള വളരെ കുറച്ച് ഷെപ്പേഡുകളെ ഇന്ന് ലോകത്തുള്ളൂ. ആമേൻ. ജനത്തെ മടക്കയാത്രയിൽ കൊണ്ടുപോകാൻ. ഹല്ലേലൂയ. അപ്പോൾ യേശുവിൻ്റെ ആദ്യ പ്രസംഗം, യേശുവിൻ്റെ അവസാന പ്രസംഗം, ഇടയിലുള്ള പ്രസംഗങ്ങൾ, തുടർന്ന് അപ്പോസ്തലന്മാരുടെ പ്രസംഗങ്ങൾ, അപ്പോസ്തല പ്രവൃത്തി ആരംഭിക്കുന്നത്, ഇതെല്ലാം ദൈവരാജ്യം സംബന്ധിച്ച കാര്യമാണ്. അപ്പോസ്തല പ്രവൃത്തി